A+2 സ്വാഗതം. ഇന്ന് പ്രധാനമായും സർക്കാർ ജീവനക്കാരും ട്രഷറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉള്ളവരും, പ്രത്യേകിച്ച് പെൻഷൻകാർ, അവർ അറിയേണ്ട വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്ക് വേണ്ടിയുള്ള എപ്പിസോഡുകൾ ഈ ചാനലിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഒരു കാറ്റഗറിയിൽപ്പെട്ടവർക്ക് മാത്രമായിട്ടുള്ള എപ്പിസോഡുകൾ ആവില്ല, എല്ലാവർക്കും. കാരണം നമ്മുടെ സമൂഹത്തിൽ എല്ലാ തട്ടിലുമുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. അവരെല്ലാം അറിയേണ്ട വിവരങ്ങൾ, വസ്തുതകൾ, അത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പല എപ്പിസോഡുകളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അദ്ദേഹം റിട്ടയറായി, നടന്ന സംഭവമാണ് കേട്ടോ. റിട്ടയർ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെൻഷൻ എന്ന് പറയുന്നത് ട്രഷറിയിലാണ് വരുന്നത്. നമ്മൾക്ക് ഓപ്ഷൻ കൊടുക്കുന്നത് ട്രഷറിയിലായിരിക്കും മിക്കവാറും സർക്കാർ ഉദ്യോഗസ്ഥൻ. അവിടെ ആകുമ്പോൾ സർക്കാരിൻ്റെ കാശ് നേരിട്ട് തന്നെ കിട്ടാം. പിന്നെ ശമ്പളം കിട്ടുന്ന അതേ സന്തോഷത്തോടു കൂടി ട്രഷറിയിൽ നിന്നും പണം വാങ്ങാം എന്നുള്ളത് കൊണ്ട് പലരും ട്രഷറി ഓപ്റ്റ് ചെയ്യും. അങ്ങനെ ട്രഷറിയിൽ ഈ പെൻഷൻ കിട്ടുന്നു ഈ കക്ഷിക്ക്. അദ്ദേഹം എല്ലാ മാസവും ആ പെൻഷൻ വാങ്ങേണ്ടതാണ്. പക്ഷേ ഈ കക്ഷി പെൻഷൻ വാങ്ങിയില്ല. 10 വർഷത്തോളം ഇയാൾ പെൻഷൻ വാങ്ങിയില്ല. എന്താ വാങ്ങാത്തത്? ഇയാൾക്ക് സാമ്പത്തികപരമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഭാര്യ ഉദ്യോഗസ്ഥയാണ്, ഭാര്യയുടെ ശമ്പളമുണ്ട്, അങ്ങനെ കുടുംബത്തിൽ സ്വത്തൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എനിഹൗ അദ്ദേഹം വാങ്ങിയില്ല. 10 വർഷത്തോളം ഒരു പെൻഷനും വാങ്ങിയില്ല. അപ്പോൾ അദ്ദേഹം കരുതി എന്താ, പെൻഷനെല്ലാം അവിടെ ഒരു ഡിപ്പോസിറ്റ് പോലെ കിടന്നോട്ടെ എന്ന് കരുതി അദ്ദേഹം അവിടെ ഇട്ടിരുന്നു. പക്ഷേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും അതിന് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. ഇദ്ദേഹം അത് പിന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്കോ ഒന്നും മാറ്റിയില്ല. പെൻഷൻ വരുന്നു, അക്കൗണ്ടിലേക്ക് പോകും, അവിടെ കിടക്കും എന്നാണ് ധരിച്ചത്. 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ മാന്യദേഹത്തിന് പെൻഷൻ വാങ്ങണമെന്ന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് കുടിശ്ശികയെല്ലാം വാങ്ങാനായി ട്രഷറിയിൽ പോയപ്പം ഡിം എന്ന് പറഞ്ഞാൽ പണം കൊടുത്തില്ല. കാര്യം എന്താണെന്നറിയാമോ? 3 വർഷത്തിനകം തന്നെ പെൻഷൻ വാങ്ങിയിരിക്കണം. തുടർച്ചയായി 3 വർഷം വാങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പെൻഷൻ ഫ്രീസ് ചെയ്യപ്പെടും. ഇദ്ദേഹം 3 വർഷം കഴിഞ്ഞ് 10 കൊല്ലമായി. മതിയായ കാരണം ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ പെൻഷൻ റിലീസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് മതിയായ ഒരു കാരണവും സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. സർക്കാരിലേക്ക് റെപ്രസെൻറ്റേഷനൊക്കെ പോയി, സർക്കാർ തഴഞ്ഞു അഥവാ കൊടുത്തില്ല. 10 വർഷത്തെ കുടിശ്ശിക വലിയൊരു തുകയുണ്ട്, 10 ലക്ഷത്തോളം രൂപയുണ്ട് അദ്ദേഹത്തിന്. ഈ പെൻഷൻ വാങ്ങാതിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോൾ വീണ്ടും അതൊരു ലിറ്റിഗേഷൻ സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്, അതൊരു കേസായി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത്, ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇനി ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അടുത്ത കാലത്ത് ട്രഷറിയിൽ നടന്ന ഒരു തട്ടിപ്പ്, ഒരു ഫ്രീസ്ഡ് അക്കൗണ്ട്, ഒരു തരത്തിലും പണം പിൻവലിക്കാതെ കിടന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ട്രഷറി ജീവനക്കാർ സംഘടിതരായി ചേർന്നുകൊണ്ട് അത് തട്ടിച്ചെടുത്തത്. കാരണം ആർക്കും വേണ്ടാതെ കിടക്കുന്ന സ്വത്തല്ലേ, അതുകൊണ്ട് നമുക്ക് പോരട്ടെ എന്ന് കരുതി അവർ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഫൈനാൻസ് മിനിസ്റ്റർ ഇപ്പോൾ ചില നിർദ്ദേശങ്ങൾ കൊടുത്തു, അത് ഉത്തരവായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് വിവരിക്കുന്നത്. ഈ ട്രഷറി അക്കൗണ്ട് തുടർച്ചയായി 6 മാസത്തോളം ഇടപാടുകൾ നടത്തിയില്ല എങ്കിൽ അത് ഫ്രീസാകും. 6 മാസമാണ് ഇപ്പോൾ തുടർച്ചയായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രത്യേകിച്ച് പുതിയ തീരുമാനമാണ്, ഉത്തരവായിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരും ട്രഷറിയിൽ അക്കൗണ്ടുള്ള അഥവാ സേവിങ്സ് ഉള്ളവരും ശ്രദ്ധിക്കുക. 6 മാസം നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടപാട് നടന്നിരിക്കണം, എന്തെങ്കിലും ഇടപാട് നടന്നിരിക്കണം. ഇല്ലെങ്കിൽ ഫ്രീസ് ചെയ്യപ്പെടും. തട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. EKYCയും നിർബന്ധമാക്കുകയാണ്. ഈ അക്കൗണ്ട് ഹോൾഡർ ചെക്ക് ബുക്ക് തീർന്നാൽ നിങ്ങൾ അതിന് പുതിയ ചെക്ക് ബുക്ക് വാങ്ങുന്നതിന് എല്ലാ ലീഫും തീരുന്നത് വരെ കാത്തിരിക്കരുത്. 3 ലീഫ് ബാക്കി ഉള്ളപ്പോൾ തന്നെ പുതിയ ചെക്ക് ലീഫിന് വേണ്ടി നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ നിങ്ങളുടെ ഈ പിന്നെ മൊബൈലിലേക്ക് ഒരു OTP വരും, ഒരു മെസ്സേജ് വരും. ആ മെസ്സേജ് കൂടി നിങ്ങൾ ഓണർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ ചെക്ക് വിതരണം ചെയ്യുകയുള്ളൂ. മറ്റൊരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊബൈൽ നമ്പർ, നിങ്ങളിപ്പോൾ ഈ ട്രഷറി അക്കൗണ്ട് ആയിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള മൊബൈൽ നമ്പർ മാറ്റുകയാണെങ്കിലും
പഴയ നമ്പറിലേക്ക് ഒരു മെസ്സേജ് വന്ന് ആ മെസ്സേജ് നിങ്ങൾ ഓണർ ചെയ്താൽ മാത്രമേ പുതിയ നമ്പർ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ കൂടി കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് അഥവാ ഉത്തരവിൽ ഒന്ന്, പെൻഷൻ നിർത്തലാക്കിയാൽ ഓട്ടോമാറ്റിക്കായി തന്നെ അക്കൗണ്ട് ഫ്രീസ്ഡ് ആകും. വേറെ പ്രത്യേകിച്ച് നമ്മൾ അതിനു വേണ്ടി ഒരു അപേക്ഷ കൊടുക്കേണ്ടി വരില്ല. പെൻഷൻ എപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കായി അക്കൗണ്ട് ഫ്രീസ്ഡ് ആവുകയും ചെയ്യും. പിൻവലിക്കുമ്പോൾ സാധാരണ നിലയിൽ മെസ്സേജ് വരും. ഇനി മുതൽ ഏത് തുക പിൻവലിച്ചാലും മെസ്സേജ് വരും. നിക്ഷേപിക്കുമ്പോഴും ഇനി മെസ്സേജ് വരും എന്നുള്ളതാണ്. ഇപ്പോൾ പിൻവലിക്കുമ്പോൾ മെസ്സേജ് വരുന്നുണ്ട്, ഇനി ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴും മെസ്സേജ് വരും. ജീവനക്കാർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അവരെ അടിക്കടിക്ക് മാറ്റും എന്നുള്ളതാണ്. സ്ഥിരമായി ഒരു ട്രഷറി ബ്രാഞ്ചിൽ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ അക്കൗണ്ട് ഹോൾഡർ ആരൊക്കെയാണ്, ആരൊക്കെ പിൻവലിക്കുന്നില്ല, അവരുടെയൊക്കെ ഏതാണ്ട് വിവരങ്ങൾ ഒരു ജീവനക്കാരൻ, ട്രഷറിയിലുള്ള ജീവനക്കാരന് മനസ്സിലാവും. അതനുസരിച്ച് അവർ അക്കൗണ്ടുകളിൽ തിരിമറി നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ സർക്കാർ കണക്കാക്കുന്നത്. അതിനെ സംബന്ധിച്ച ചില റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്നാണ്, സർക്കാരിനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമല്ല, അത് വിവരങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ജീവനക്കാർ ഓർക്കുക, വെറുതെ അക്കൗണ്ടിൽ പണം അവിടെ കടന്നോളും, പ്രശ്നമില്ല എന്നൊന്നും കരുതരുത്. 6 മാസത്തിനിടയിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾ നടത്തിയിരിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ബാങ്ക് അക്കൗണ്ടിലും നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇൻ്റർവെൻ ചെയ്യണം. ഒരു ചെറിയ തുക ഡിപ്പോസിറ്റ് ചെയ്യുകയോ വിത്ഡ്രാ ചെയ്യുകയോ ഒക്കെ ചെയ്യണം. പ്രത്യേകിച്ച് PF അക്കൗണ്ടുള്ള ജീവനക്കാരുണ്ടെങ്കിൽ അവരെടുത്തും എനിക്ക് പറയാനുള്ളതാണ്, PF അക്കൗണ്ടിൽ ഇടയ്ക്ക് നിങ്ങൾ ടെമ്പററി അഡ്വാൻസ് എടുക്കണം. ഇല്ലെങ്കിൽ അത് ശരിക്കും അതിൻ്റെ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. PF ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എടുക്കുക തന്നെ വേണം, ടെമ്പററി അഡ്വാൻസ് എടുക്കണം. അങ്ങനെയാണെങ്കിലേ അക്കൗണ്ട് അഡ്ജസ്റ്റബിൾ ആകുള്ളൂ എന്നുള്ളതാണ് ട്രഷറി ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന വിവരം. എന്തായാലും ജീവനക്കാർക്ക് വേണ്ടിയുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തുന്ന ചാനലാണ് A+ ട്യൂബ്. തുടർന്നും ഇത്തരം വാർത്തകൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്ന് കേൾക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി.